കുഞ്ഞാറ്റയുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പൊന്നൂസിൻ്റെ ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോ ഒക്കെ കുറേയധികം പേര് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പൊന്നൂസും അതുപോലെ തന്നെ കുഞ്ഞാറ്റയുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന അമലും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ, അതിനൊക്കെ മറുപടി എന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു ഓഡിയോ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കൂ. ആ മറ്റേ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ, ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക്, അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്ന് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്. അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച മെസ്സേജുകൾ അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇത് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്.